ഈ അടുത്തായി കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകി MLA രാജിവെച്ചിരിക്കുകയാണ്. മുതിർന്ന പാർട്ടി നേതാവും വടക്കൻ ഗുജറാത്തിലെ ബിജാപൂർ മണ്ഡലത്തിൽ നിന്നുള്ള MLAയുമായ CJ ചാവ്ദയാണ് നിയമസഭാംഗത്വവും MLA സ്ഥാനവും രാജിവെച്ചത്. കോൺഗ്രസ് വിട്ട ഇദ്ദേഹം BJPയിൽ ചേർന്നേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച ഗാന്ധിനഗറിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച് സംസ്ഥാന നിയമസഭാ സ്പീക്കർ ശങ്കർ ചൗധരിക്ക് രാജിക്കത്ത് നൽകിക്കൊണ്ടാണ് താൻ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതായി ചാവ്ദ പ്രഖ്യാപിച്ചത്. ഗാന്ധിനഗർ നോർത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ചാവ്ദ മുൻ നിയമസഭയിൽ ചീഫ് വിപ്പ് സ്ഥാനം വഹിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ്. 3 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2022 ചാവ്ദ തന്റെ മണ്ഡലം മാറ്റി മെഹ്സാന ജില്ലയിലെ വിജാപൂരിൽ നിന്ന് മത്സരിക്കുകയായിരുന്നു. 2002 ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ചാവ്ദയുടെ രാജിയോടെ 182 അംഗ ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം 15ആയി കുറഞ്ഞു. നേരത്തെ ഗംഭാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് MLA ചിരാഗ് പട്ടേലും നേരത്തെ രാജിവെച്ചിരുന്നു. അതേസമയം ഹരിയാന ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ചെയർമാൻ അശോക് തൻവാർ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. ഇദ്ദേഹവും BJPയിൽ ചേരാനാണ് സാധ്യത. അരവിന്ദ് കെജ്രിവാളിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള സഖ്യം ചൂണ്ടിക്കാട്ടിയാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ തൻവാർ AAP വിട്ടത്. തന്റെ രാജിക്കത്തിൽ തൻവാർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള നിങ്ങളുടെ സഖ്യവും കണക്കിലെടുത്ത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ചെയർമാനായി തുടരാൻ എന്റെ ധാർമ്മികത എന്നെ അനുവദിക്കുന്നില്ല. അതിനാൽ ആം ആദ്മി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മറ്റ് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമുള്ള എന്റെ രാജി ദയവായി സ്വീകരിക്കുക എന്നായിരുന്നു തൻവാർ രാജിക്കത്തിൽ പറഞ്ഞത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തൊട്ടു പിന്നാലെ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിൽ AAP നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് തൻവാറിന്റെ ഈ രാജി. ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി കോൺഗ്രസിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നു തന്നെ പറയാം. ഈ രാജികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന പേടിയും കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നാൽ രണ്ടാം ഭാരത് ജോഡോ ന്യായ് യാത്ര കോൺഗ്രസിനെ കരകയറ്റുമെന്നുള്ള പ്രതീക്ഷയും വിട്ടുകളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം രാജികൾ തങ്ങളെ ബാധിക്കില്ലെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്.